തിരികെ വാർത്തകളിലേക്ക്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ വിഷയങ്ങളിലായിരുന്നു അവർ ഇരുവരും സംസാരിച്ചത് എന്നൊക്കെയായിരുന്നു പരിശോധിച്ചുകൊണ്ടിരുന്നത്. മുഹമ്മദ് അബ്ബാസും അഫ്താബ് റഹ്മാനും തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഇതിപ്പോൾ എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്? പശ്ചിമേഷ്യൻ വിഷയങ്ങൾ തന്നെയാണോ ചർച്ചയായത്? അമൃത, ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈജിപ്തും ഖത്തറും അതുപോലെ തുർക്കിയുമാണ്. US അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ തിരിച്ചു പോയതിന് തൊട്ടുടനെ എക്സിൽ പങ്കുവച്ച ഖത്തർ അമീറിൻ്റെ കുറിപ്പ് എന്ന് പറയുന്നത് ഗസയുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ ശാശ്വത സമാധാനവുമായി ബന്ധപ്പെട്ട് ഗസയിൽ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി. നമുക്കറിയാം, ഗസയിലെ പുനർനിർമ്മാണത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള പങ്കാളിത്തമാണ് ഖത്തർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇതിന് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഗസയിലെ റബിളുകൾ നീക്കം ചെയ്യാനും അതുപോലെ അവിടെ റോഡുകൾ നിർമ്മിക്കാനും അവിടേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഈജിപ്തിലും ജോർദാനും വഴി ഒരു ലാൻഡ് എയർ ബ്രിഡ്ജ് തന്നെ ഖത്തർ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 4.5 ലക്ഷത്തോളം ടെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് എത്തിച്ചത് ഗസയുടെ ദുരിതബാധിതർക്കായി. ഇങ്ങനെ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി വളരെ ഗൗരവതരമായ കാര്യങ്ങൾ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ US പ്രസിഡന്റ്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന US പ്രസിഡന്റ്, നമുക്കറിയാം ഷർമു ഷെയ്ഖിലെ ഉച്ചകോടിയിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് US പ്രസിഡന്റും അതുപോലെ ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും ഈജിപ്ത് പ്രസിഡന്റുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഗസ അടക്കമുള്ള പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിലുള്ള വഴികളാണ് ഇരുവരും ചർച്ച ചെയ്തെന്ന് വ്യക്തമാണ്. അമൃത. ശരി, മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്.